ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്നാക്ക് ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചിക്കൻ മക്രോണി പോലെയാണ് ഉണ്ടാക്കുന്നത്. മക്രോണി ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്ക് ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുമ്പൊരു നൂഡിൽസ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നൂഡിൽസ് വേവിച്ച പോലെ തന്നെയാണ് മക്രോണി വേവിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി അത് കുക്കായി വരട്ടെ. ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ ഓയിൽ ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. വേവിക്കാൻ വെച്ച മക്രോണി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ മുട്ട എടുക്കുമ്പോൾ മുട്ടയുടെ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സ്പൈസ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് മുട്ടയാണ്. അതിനായിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 മുട്ടയും കൂടെ എടുത്തു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള മസാലക്കൂട്ടിനനുസരിച്ച് വേണം മുട്ട എടുക്കാൻ. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് മിക്സർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. മസാലയിൽ നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പോള ഉണ്ടാക്കാൻ ആവശ്യമായതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഈ എഗ്ഗിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്ത മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ട കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 മുട്ടയും കൂടെ എടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലാക്കണം. ഡയറക്റ്റ് ഹീറ്റ് വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ താഴെ ഒരു കട്ടിയുള്ള പാൻ വെച്ചിട്ടുണ്ട്.
നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്തൊരു പാൻ വെച്ചാൽ മതി. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് ആവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ശേഷം ഞാനിതൊന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി മല്ലിയില കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ആയാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പോള റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നോക്കാം. എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ടാവും. എന്നാലും മുകളിൽ ഒന്നുകൂടെ ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിടാനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ കമിഴ്ത്തി ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങിയെടുക്കാം. നമ്മളുടെ ചിക്കൻ മക്രോണി പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ആയതിനു ശേഷം എടുത്തതാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് സൈഡ്സൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മക്രോണി വേവിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചിക്കനും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുട്ടയുമായിട്ടൊന്ന് സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്പൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്പൈസിൻ്റെ ലെവൽ കൂട്ടി കൊടുക്കാം. ഞാനൊരു മീഡിയം സ്പൈസിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.